പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 20 വീഡിയോ ആണിത്. MS വേർഡിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസേർട്ട് ടാബിലെ ഇലസ്ട്രേഷൻസ് ഗ്രൂപ്പിലെ പിക്ചേഴ്സ് എന്ന ഓപ്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഓൺലൈൻ പിക്ചേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഓൺലൈനായി അവൈലബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാനായാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഈ കമാൻഡ് ഓപ്പൺ ചെയ്യാനായി നമ്മുടെ കമ്പ്യൂട്ടർ ആദ്യം ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യണം. അതിനുശേഷം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള പിക്ചറിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് എടുക്കുകയാണ്, അതുകൊണ്ട് ബേർഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. താഴോട്ട് കാണണമെങ്കിൽ ഈ ബാറ് നമുക്ക് ഡ്രാഗ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ടൈപ്പ്, ഏത് തരത്തിലുള്ള പിക്ചറാണ് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം കോപ്പിറൈറ്റ് ഫ്രീ ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ അസൈൻമെൻറ്റും മറ്റും പറയുമ്പോൾ ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്കിത് എടുക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പേർപ്പസ് എന്തെങ്കിലും നമുക്കതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് ഉള്ള ഇമേജസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. നമുക്ക് എന്തായാലും ഇവിടെ കോപ്പിറൈറ്റ് ഫ്രീ എന്നങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും കോപ്പിറൈറ്റ് ഉള്ള പിക്ചേഴ്സ് കയറി വരും. എങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. ടൈപ്പ് ചെയ്ത ശേഷം ഈ സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്യുക. നമുക്ക് ഈ ആദ്യത്തെ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ പിക്ചർ നമ്മളുടെ ഡോക്യുമെൻറ്റിനകത്തായി. ഇനി ഈ പിക്ചർ ഫോമാറ്റ് ചെയ്യാനുള്ള ടൂൾസൊക്കെ നമുക്ക് മുകളിലായിട്ട് ലഭിച്ചു. മുൻപും പിക്ചർ ഫോമാറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ ഈ പിക്ചർ നമുക്ക് ഫോമാറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സ് കാണുന്നിടത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ബ്രാഞ്ചസൊക്കെ ഇപ്പോൾ ഇവിടെ വരെ കിട്ടുന്നുള്ളൂ, അതുപോലെ ഇവിടെ ഇത്രയും കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. അങ്ങനെ കൊടുത്ത ശേഷം പുറത്തെവിടെയെങ്കിലും വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയിരിക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ ചെറിയൊരു ഭാഗത്ത് ഈ ബ്രാഞ്ചസിൻ്റെ ഇടയ്ക്കായിട്ട് ഇത്രയൊന്ന് സൂം ചെയ്യുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. ഈ ബ്രാഞ്ചസിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണാം. അത് കളയാനായിട്ട് വീണ്ടും ഈ പിക്ചർ സെലക്ട് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിവിടെ പിക്ചർ ടൂൾസിൻ്റെ ടാബ് വരത്തുള്ളൂ. അത് കാരണം പിക്ചർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ പിക്ചർ ടൂൾസിൻ്റെ ടാബ് ഇവിടെ വന്നു. പക്ഷേ ഹോം ടാബിൻ്റെ റിബണാണ് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇവിടെ നമുക്ക് പിക്ചർ ടൂൾസിൻ്റെ ആ റിബൺ ലഭിക്കുന്നതിനായി ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൂടി സെലക്ട് ചെയ്ത് മാർക്ക് ഏരിയാസ് ടു റിമൂവ് അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു പേന പോലൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കിവിടെ ചെറിയതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വയലറ്റ് കളർ കാണുന്ന ഭാഗമാണ് ഡിലീറ്റഡ് ആയി മാറുന്നത്. പക്ഷേ ഈ ബ്രാഞ്ചസിലൂടെ കയറി കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കളയാനായി വീണ്ടും നമ്മളിത് ഒന്ന് അൺഡു ചെയ്ത ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മുകളിൽ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും മുകളിൽ വെച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ബ്രാഞ്ച് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആ ചെറിയ ചെറിയ പോർഷൻസൊക്കെ പെന്ന് പോലെയുള്ള സംഭവം എടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ സൂം ലെവൽ 100 സെറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഈ ബ്രാഞ്ചസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഈ ഒരു ബേർഡിൻ്റെ പിക്ചർ മാത്രം മതിയെങ്കിൽ നമുക്കിതിനെ ക്രോപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് പിക്ചർ സെലക്ട് ചെയ്യുക, പിന്നീട് ഫോമാറ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ക്രോപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ പോർഷനിൽ എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ ഒന്ന് കൊണ്ടുവരിക. അതിനുശേഷം ക്രോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി ഈ സൈഡ് ഇവിടെ നമുക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരാം. അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയി നമുക്ക് ഇത്രയും ഒരു പോർഷൻ ക്രോപ്പ് ചെയ്യാം. അതുപോലെ ഈ ബ്ലാക്ക് പോർഷനിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് മൗസ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇത്രയും ക്രോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മുകളിലും അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ബേർഡിൻ്റെ പിക്ചർ മാത്രമായിട്ട് കിട്ടി. ഇനി പുറത്തെവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് ഷേപ്സ് ആണ്. ഇവിടെ ഒരുപാട് ഷേപ്സ് ഉണ്ട്. ഈ ഷേപ്സ് ഒക്കെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഷേപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മൗസ് പോയിൻ്റർ ആണ് ഒരു പ്ലസ് മാർക്ക് പോലെ ആയിരിക്കുന്നത്. മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്കൊരു ബോക്സ് കിട്ടി. അതിൻ്റെ ഉള്ളിൽ കഴ്സറുമുണ്ട്. ഇതൊരു ടെക്സ്റ്റ് ബോക്സാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ബോക്സ് ഫോമാറ്റിൽ നമുക്കത് ലഭിച്ചു. ഇനി വേറെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ എടുക്കാം. ഇത് ടെക്സ്റ്റ് ബോക്സ് അല്ല, എങ്കിലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിങ്ങനെ സെൻറ്ററിലായിട്ട് ടൈപ്പ് ചെയ്ത് വരും. ഇതും ഫോമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് ഫോമാറ്റ് ചെയ്യാം. പൊസിഷനൊക്കെ നമുക്ക് ഇവിടെ പൊസിഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പേജിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൊണ്ട് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഇവിടെ റാപ്പ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തെങ്കിൽ ആ ഡോക്യുമെൻറ്റിൽ എഴുതിയിരിക്കുന്ന ഐറ്റംസൊക്കെ, അതായത് ലെറ്റേഴ്സൊക്കെ ബാക്കിലും ഈ ഒരു പിക്ചർ ഫ്രണ്ടിലും വരത്തക്കോണമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുന്നൊരു ഡോക്യുമെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഇതേപോലെ ഒരു ഷേപ്പ് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഷേപ്പ് ഉള്ളിടത്തുള്ള ലെറ്റേഴ്സും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് ലഭിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ കളർ ഒന്ന് ലൈറ്റാക്കി കൊടുക്കാം. ഷേപ്പ് ഫില്ല് സെലക്ട് ചെയ്ത് നമുക്കിതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് സെലക്ട് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെയൊക്കെ ബാക്കിലോട്ട് കൊണ്ടുപോകണം, ഈ ടെക്സ്റ്റിൻ്റെയൊക്കെ ബാക്കിൽ കൊണ്ടുപോകണം. അതിനായിട്ട് ഈ പിക്ചർ സെലക്ട് ചെയ്യുക. പിന്നീട് റാപ്പ് ടെസ്റ്റ് സെലക്ട് ചെയ്ത് ബിഹൈൻഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പുറയിലോട്ട് മാറി. ഇത് മിനിമൈസ് ചെയ്ത് നമുക്ക് അടുത്ത കമാൻഡ് നോക്കാം. അടുത്തത് സ്മാർട്ട് ആർട്ടാണ്. ഇവിടെ പല വിധത്തിലുള്ള സ്മാർട്ട് ആർട്ട് ഉണ്ട്. ഇത് നമ്മൾ വെൻ ഡയഗ്രാം, ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ഈ ചാർട്ടിൻ്റെ മോഡലൊന്നും വരച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഈ ആർട്ടൊക്കെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലിസ്റ്റ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, സൈക്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു പ്രോസസ്സ് എടുത്തിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫസ്റ്റ് പ്രോസസ്സ് എന്തുവാണെന്ന് വെച്ചാൽ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു ആരോ മാർക്ക്, അതായത് ആ പ്രോസസ്സ് കഴിയുമ്പോൾ അടുത്തത് എന്താണ്, അപ്പോൾ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പ്രോസസ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കൂടുതലെണ്ണം വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ഷേപ്പ് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ തവണ ആഡ് ഷേപ്പ് എന്നുള്ളിടത്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതേപോലെ ഓരോ പുതിയ ബോക്സുകൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെടും. ഇതേപോലെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോക്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക, പിന്നീട് ഡിമോട്ട് കൊടുക്കുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ശേഷം ഉടൻ തന്നെ നമുക്ക് തോന്നുകയാണ് ഡിലീറ്റ് ചെയ്യേണ്ടായിരുന്നു, അത് ആവശ്യമുള്ളതായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊമോട്ട് കൊടുക്കാം. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്യപ്പെട്ടത് വീണ്ടും തിരികെ വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആരോസൊക്കെ റൈറ്റ് സൈഡിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ലെഫ്റ്റിലോട്ടാക്കാനായി റൈറ്റ് ടു ലെഫ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴ്സർ അവിടെ വരും, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ ഈ ഭാഗത്ത് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പോർഷൻ സെലക്റ്റഡ് ആകും. അതോടൊപ്പം തന്നെ ഇവിടെ സ്മാർട്ട് ടൂൾസ് അവൈലബിൾ ആകും. നമുക്ക് ഇതിനകത്ത് ഇഫക്ട്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ലാസ്റ്റ് വൺ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലോസി ഇഫക്റ്റ് ഒക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇവിടെ വന്നിട്ട്. പിന്നീട് ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കാൻ സാധിക്കും. ആദ്യം ഇത് സെലക്ട് ചെയ്യുക, ഫോൺസ്. അതിനുശേഷം ഫോമാറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ പല തരത്തിലുള്ള ഫോണ്ട് സ്റ്റൈൽസ് ഉണ്ട്, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ ടെക്സ്റ്റ് ഫില്ലുണ്ട്, അതൊക്കെ ഈ ഫോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതൊക്കെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇത് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്തത് ചാർട്ടാണ്. നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇവിടെ കോളം, ലൈന്, പൈ, ബാർ ഡയഗ്രാം ഇതൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. അതിൻ്റെ തന്നെ സബ് ടൈപ്സും ഇവിടെ ലഭിക്കും. അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ആദ്യത്തെ ഇത് തന്നെയാണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. അത് നമുക്കൊന്ന് ഓക്കെ കൊടുത്ത് നമ്മൾ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ആ ചാർട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ചാർട്ടൊന്നും വരച്ചുണ്ടാക്കേണ്ടി വന്നില്ല. ഇവിടെ കാറ്റഗറി 1, 2, 3 എന്ന് കൊടുത്തിരിക്കുന്നതാണ് താഴെ വന്നിരിക്കുന്നത്. അതുപോലെ സീരീസ് 1, 2, 3 എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സീരീസ് 1 എന്നുള്ളത് ഈ ബ്ലൂ ഡേറ്റയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന സകല കാര്യങ്ങളും നമുക്ക് ഒരു ചാർട്ടായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായി ആദ്യം നമ്മൾ ഈ ഡേറ്റ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ അതിനായിട്ടിത്
മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. പിന്നീട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ആദ്യത്തെ സെല്ലിലൊന്നും ടൈപ്പ് ചെയ്യേണ്ട, ഈ സെല്ലിൽ മുതൽ നമുക്ക് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇവിടെ ഞാൻ ഒരു 3 ക്ലാസ്സിലെ ടോപ്പേഴ്സിൻ്റെ മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്ലാസ് 1, പിന്നീട് നമുക്കിവിടെ സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കാം, മാർക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചാർട്ട് ഇവിടെ എക്സ് മാർക്കിൽ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാം. പിന്നീട് നമുക്കിവിടെ ചാർട്ട് ടൈറ്റിൽ കൊടുക്കാം. ഈ ചാർട്ട് ടൈറ്റിൽ എന്നുള്ള ഭാഗത്ത് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്റ്റഡ് ആകും. ഇനി ജസ്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മാർക്സ് എന്ന് കൊടുക്കുകയാണ്. പിന്നീട് പുറത്തെവിടെയെങ്കിലും വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലാസ് 1ൻ്റെ മാർക്സ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ക്ലാസ് 2ൻ്റെ മാർക്സ്, ക്ലാസ് 3ൻ്റെ മാർക്സ്, അതുപോലെ സബ്ജക്റ്റ് 1, സബ്ജക്റ്റ് 2, സബ്ജക്റ്റ് 3 എല്ലാം നമ്മൾ കൊടുത്തതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം ഈ എക്സ് ആക്സിസ് ക്ലാസ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, വൈ ആക്സിസ് മാർക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതും നമുക്കിവിടെ കൊടുക്കാം. അതിനായിട്ട് ഈ പ്ലസ് മാർക്ക് സെലക്ട് ചെയ്യുക. പിന്നീട് ആക്സിസ് ടൈറ്റിൽസ് എന്നെഴുതിയിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആക്സിസ് ടൈറ്റിൽ കൊടുക്കാനുള്ള 2 ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ്, അതുകൊണ്ട് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ മാർക്സ് എന്ന് കൊടുക്കാം. പിന്നീട് ഇത് സെലക്ട് ചെയ്യുക. അവിടെ ക്ലാസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പുറത്തെവിടെയെങ്കിലും വെച്ചൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്കെയിൽ ഇപ്പോൾ 92, 93, 94 അങ്ങനെ 1ൻ്റെ സ്കെയിലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിതൊരു 2ൻ്റെ സ്കെയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്കെയിൽ ആക്കി കൊടുക്കണമെങ്കിൽ ആദ്യം ഈ സ്കെയിലിൻ്റെ പോർഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലും വെച്ചൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നീട് ഫോമാറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഫോമാറ്റ് സെലക്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ യൂണിറ്റ്സ് മേജർ എന്നുള്ളിടത്ത് 1 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 2 ആയിട്ട് ചേഞ്ച് ചെയ്യാം. പിന്നീട് ആക്സിസ് വാല്യൂ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2ൻ്റെ സ്കെയിലിലേക്ക് ഇത് മാറി. പിന്നീട് ഈ വിൻഡോ നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. ഈ ചാർട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യാനായി ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായി ഡിസൈൻ ടാബ് സെലക്ട് ചെയ്യുക. പിന്നീട് എഡിറ്റ് ഡേറ്റ സെലക്ട് ചെയ്യുക. അവിടെ നിന്നും ഈ ആദ്യം കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴും ആ സെയിം വിൻഡോ ഓപ്പണായി. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു മാർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ 97 എന്നുള്ളത് 98 ആക്കണമെങ്കിൽ ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് 98 എന്ന് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ സെല്ലിന് പുറത്ത് എവിടെയെങ്കിലും വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 98 എന്നായി. അതനുസരിച്ച് ഇവിടെയും മാറ്റം വന്നു. അതുപോലെ ഈ ടേബിൾ നമുക്ക് ഈ ചാർട്ടിനകത്ത് താഴെ വേണമെങ്കിൽ എപ്പോഴും കാണുന്ന വിധത്തിൽ എടുത്തിടാവുന്നതാണ്. ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഈ പ്ലസ് മാർക്ക് സെലക്റ്റഡ് ആയി കിടക്കുന്നത് കൊണ്ടാണ് ഈ ചാർട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. അഥവാ ഈ ചാർട്ട് കാണുന്നില്ലെങ്കിൽ പ്ലസ് മാർക്ക് സെലക്ട് ചെയ്യുക. പിന്നീട് ഡേറ്റ ടേബിൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ ടേബിൾ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാനും കമ്പയർ ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട്. ഇനി ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തത് സ്ക്രീൻഷോട്ടാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഒരു പിക്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റോ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഈ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് ഈ ഒരു പിക്ചർ ഒന്ന് ഓപ്പൺ ചെയ്തിടുകയാണ്. പിന്നീട് നമുക്ക് ഈ ടാസ്ക് ബാറിൽ നിന്നും നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സ്ക്രീൻ ക്ലിപ്പിംഗ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതൊരു പെയിൽ കളറായിട്ട് വന്നിട്ടുണ്ട് ഡെസ്ക്ടോപ്പ്. അതുപോലെ മൗസ് പോയിൻ്ററും ഇതുപോലെ ഒരു പ്ലസ് മാർക്ക് പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്ന ശേഷം നമുക്ക് ആവശ്യമുള്ള പോർഷൻ ഇതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്രയും പോർഷൻ നമുക്ക് ഈ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെട്ടു. ജസ്റ്റ് നമ്മൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ആകും. ഈ പിക്ചർ നമുക്ക് മുൻപുള്ള പിക്ചേഴ്സ് ഫോമാറ്റ് ചെയ്തതുപോലെ ഈ ടൂൾസൊക്കെ വെച്ച് ഫോമാറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതായി ആപ്സ് ഫോർ ഓഫീസ് എന്നുള്ള ഓപ്ഷനാണ്. ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. അടുത്തത് ഓൺലൈൻ വീഡിയോ. ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വീഡിയോസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടുതലും പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് വർക്കുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ആ വീഡിയോയുടെ തംബ്നെയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ ഡോക്യുമെൻറ്റ് നമ്മൾ മെയിൽ വഴിയോ മറ്റോ ഓൺലൈനായിട്ട് മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വീഡിയോ ഇൻസേർട്ട് ചെയ്യാനായി ആദ്യം നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണം. പിന്നീട്
ഓൺലൈൻ വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള വീഡിയോയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബേർഡ്സ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ബേർഡ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്കിവിടെ കാണാം. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. പിന്നീട് ഇൻസേർട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ വീഡിയോ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്ത് ഇൻസേർട്ടഡ് ആയി. ഇതിൻ്റെ സൈസ് നമുക്ക് കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാം. ഇവിടെ ഈ പ്ലേയിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ പ്ലേ ആകും. ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഈ ഡോക്യുമെൻറ്റ് റിസീവ് ചെയ്യുന്ന ആൾക്കും ഇങ്ങനെ വീഡിയോ പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.